ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മാജിക് മസാലയിലേക്ക് സ്വാഗതം. ഇന്ന് സദ്യയിലൊക്കെ കിട്ടാറുള്ള മസാലക്കറിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അടിപൊളി സ്വാദിലുള്ള മസാലക്കറിയാണ്. ഓണത്തിന് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പം നമുക്ക് റെസിപ്പിയിലോട്ട് കടന്നാലോ? അതിന് മുമ്പായിട്ട് വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. മസാലക്കറി ഉണ്ടാക്കാനായിട്ട് ഗ്രീൻ പീസ് ആണ് എടുത്തിട്ടുള്ളത്. ഞാനിത് തലേ ദിവസം സോക്ക് ചെയ്യാനായിട്ട് വെച്ചിരുന്ന ഗ്രീൻ പീസ് ആണ്. കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ഒപ്പം നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഞാനിപ്പോൾ ഇതിലേക്ക് ഉപ്പ് ചേർക്കുന്നില്ല, ഉപ്പ് ചേർക്കാതെയാണ് വേവിച്ചെടുക്കുന്നത്. ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. ഒരു വിസിൽ വന്നതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 4 മിനിറ്റ് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. 4 മിനിറ്റിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. സ്റ്റീം എല്ലാം പോയിട്ടാണ് നമ്മളിത് ഓപ്പൺ ചെയ്യുന്നത്. സ്റ്റീം എല്ലാം പോയിട്ടുണ്ട്. കണ്ടില്ലേ, ഗ്രീൻ പീസ് കറക്റ്റായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഗ്രീൻ പീസിന്റെ വേവ് കൂടി പോവരുത്. കൂടി പോയാൽ മസാലക്കറിക്ക് ടേസ്റ്റ് അധികം ഉണ്ടാവില്ല. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതുപോലെ കയ്യിൽ വെച്ച് പ്രസ് ചെയ്യുമ്പോൾ ഞെങ്ങി വരണം. ആ ഒരു പരുവത്തിലാണ് നമ്മൾ വേവിച്ചെടുക്കേണ്ടത്. ഇനി മസാലക്കറി ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഒരു ചെറിയ ഉരുളിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 4-5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് വെജിറ്റബിൾസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ 2 മീഡിയം സൈസിലുള്ള പൊട്ടാറ്റോയാണ് എടുത്തിട്ടുള്ളത്. ഒരു ചെറിയ ബീറ്റ്റൂട്ട് എടുത്തിട്ടുണ്ട്. ബീറ്റ്റൂട്ട് കുറച്ച് ചെറിയ പീസായിട്ടും പൊട്ടാറ്റോ കുറച്ച് വലുതായിട്ടുമാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. രണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതുപോലെ വഴറ്റിയെടുത്തിട്ട് നമ്മൾ മസാലക്കറി ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക സ്വാദാണ്. എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷമാണ് നമ്മൾ വെജിറ്റബിൾസ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഒരു 10 മിനിറ്റിന്റെ അടുത്തൊക്കെ ആവും ഇത് വഴന്ന് കിട്ടാനായിട്ട്. ആ സമയം കൊണ്ട് നമുക്ക് തേങ്ങ ഒന്ന് വറുത്തെടുക്കണം. അതിനായിട്ട് ഒരു ചീനച്ചട്ടിയിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങയുടെ അളവ് കൂടി പോവണ്ട. തേങ്ങ കൂടുതൽ ചേർത്താൽ മസാലക്കറിക്ക് ഒരു കഴിക്കുമ്പോൾ നമുക്ക് മടുത്തു പോകും. അപ്പൊ അതുകൊണ്ട് തേങ്ങ അധികം ചേർക്കണ്ട. 1/2 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. നല്ല ഗോൾഡൻ കളർ ആവുന്നവരെയും നമ്മളിത് വറുത്തെടുക്കണം. ഇപ്പൊ തേങ്ങ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വറുത്തെടുക്കുക, ഒട്ടും കരിഞ്ഞു പോവരുത്. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. തേങ്ങ റെഡി ആയി കഴിഞ്ഞതിന് ശേഷമാണ് ഗരം മസാല ഇട്ടിട്ട് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുന്നത്. തേങ്ങ റെഡി ആയി കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യുക. അതിന് ശേഷമാണ് ഗരം മസാല ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കുന്നത് കേട്ടോ. ആ ചൂടിൽ ആ ഗരം മസാല ഒന്ന് മൂത്ത് കിട്ടും. അതവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ വെജിറ്റബിൾസും ഇവിടെ നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട്. അത് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാനായിട്ട് മറക്കരുത്. അപ്പൊ അത് നന്നായിട്ട് വഴച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ കടിച്ചു നോക്കുമ്പോൾ ഇത് ബീട്രൂട്ടും പൊട്ടാറ്റോ ഒക്കെ വെന്തിട്ടുണ്ട്. ഇനി ഈ എണ്ണയിലേക്ക് തന്നെയാണ് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തത് ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ട് ചതച്ചെടുത്തിരിക്കുന്നതാണ്. 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത്. വെളുത്തുള്ളിയാണ് കുറച്ചധികം എടുത്തിട്ടുള്ളത്. രണ്ടും കൂടിയിട്ട് 1 ടേബിൾ സ്പൂൺ മാത്രം ഇട്ട് കൊടുക്കാം. ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ടൊന്ന് വഴന്ന് സ്മെല്ലൊക്കെ വന്ന് തുടങ്ങുമ്പോൾ നമുക്ക് ഇതിലേക്ക് സവാള അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു വലിയ സവാളയാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. 2-3 പച്ചമുളക് നടുക കീറി എടുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴച്ചെടുക്കാം. നല്ല ഗോൾഡൻ കളർ ആവുന്ന വരെ നമ്മൾ ഇത് വഴന്നു വരുന്ന സമയം കൊണ്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് കാഷ്യൂ ഇട്ട് കൊടുക്കാം. ഒരു 10 മിനിറ്റ് സോക്ക് ചെയ്യാനായിട്ട് വെച്ചിരുന്ന കാഷ്യൂ ആണ്. ഒരു 12-15 കാഷ്യൂ എടുക്കാം. അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. ഇതുപോലെ നല്ല പേസ്റ്റ് ആയിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് മാറ്റി വെക്കാം. നമ്മൾ തേങ്ങ വറുത്ത് വെച്ചിരിക്കുന്നത് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഇതൊന്ന് ആദ്യം നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല ഫൈൻ ആയിട്ടുള്ള പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കാം. ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മൾ കാഷ്യൂ അരച്ചെടുത്ത മിക്സിയുടെ ജാറായതുകൊണ്ടാണ് കുറച്ച് ലൈറ്റ് കളർ പോലെയാണ് ഇരിക്കുന്നത്. ഈ തേങ്ങ അരച്ചെടുത്തപ്പോൾ അത് കുഴപ്പമില്ല. അത് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പൊ ദാ സവാള നന്നായിട്ട് വഴന്ന് ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഇതുപോലെ നല്ല രീതിയിൽ തന്നെ സവാള വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. 1/4 ടേബിൾ സ്പൂണിന്റെ പകുതിയാണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുള്ളത്. 1 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാതും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മൂത്ത് വരണം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഈ പൊടികളൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട്.
നന്നായിട്ട് വഴറ്റിയെടുക്കാം. മസാലയൊക്കെ ഒന്ന് മൂത്ത് നല്ലൊരു സ്മെല്ല് വന്ന് തുടങ്ങണം. ആ സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഈ തക്കാളിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാനൊരു വലിയ തക്കാളിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. കുറച്ച് പുളിയുള്ള തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾ എടുക്കുമ്പോൾ പുളി ഇല്ലാത്ത തക്കാളി ആണെന്നുണ്ടെങ്കിൽ ഒരു 2 മീഡിയം തക്കാളി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ ഒരു വലിയ തക്കാളി, അത്യാവശ്യം പുളിയുള്ള തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അത് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ തക്കാളി നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാനായിട്ട് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. തക്കാളി ഉടഞ്ഞ് നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. തക്കാളി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അരപ്പിട്ട് കൊടുക്കാം. തേങ്ങ അരച്ചു വെച്ചിരിക്കുന്നതാണ്, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒന്ന് 2 മിനിറ്റ് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന പൊട്ടറ്റോയും ബീട്രൂട്ടും ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പൊ ആവശ്യത്തിനുള്ള ഉപ്പ് ഈ സമയത്ത് ഇട്ട് കൊടുക്കാം. ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ സമയത്ത് നല്ല ഡ്രൈ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമുക്കൊരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. പിന്നെ അത്യാവശ്യം ചെറിയൊരു ഗ്രേവി ഉണ്ട്. ഇനി ഇതിലേക്ക് കാഷ്യൂ അരച്ച് വെച്ചിരിക്കുന്നതാണ്, അതാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് അധികം ലൂസായിട്ടുള്ള കറിയല്ല, മസാലക്കറി. നമ്മൾ സദ്യയിലൊക്കെ വിളമ്പുന്ന കുറച്ച് കട്ടിയിലിരിക്കുന്ന മസാലക്കറിയാണിത്. നല്ല സ്വാദാണ് കഴിക്കാനായിട്ട്. ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇപ്പൊ കാഷ്യൂ അരച്ച് വെച്ചിരിക്കുന്നത് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഉപ്പ് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കണം. നന്നായിട്ട് ഡ്രൈ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒരു 1/2 കപ്പ് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇപ്പം എല്ലാം കൂടി മിക്സ് ചെയ്ത് 1-2 മിനിറ്റ് കൂടി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ മസാലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഞാൻ സദ്യയുടെ ഒരുപാട് റെസിപ്പീസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കൂ കേട്ടോ. സദ്യയിലൊക്കെ കിട്ടുന്ന, തൃശ്ശൂർ ഭാഗത്ത് സദ്യകളിലൊക്കെ കിട്ടുന്ന സാമ്പാറിൻ്റെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അടിപൊളി സ്വാദിലുള്ള സാമ്പാറാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്